നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് 1000 പട്ടികജാതി കോളനികളുടെ വികസനമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. രാഷ്ട്രീയ സംശുദ്ധി കാത്തുസൂക്ഷിച്ച വ്യക്തിത്വമാണ് മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റേതെന്ന് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ്. പാട്ടുകളും നൃത്തരൂപങ്ങളും ചിത്രങ്ങളും ഫാൻസി ഡ്രസ്സും ഓർക്കസ്ട്രയുമായി താരകം കലോത്സവം. തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ ശാസ്താപ്രീതി ഉത്സവത്തിന് തുടക്കം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് 1000 പട്ടികജാതി കോളനികളുടെ വികസനമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ബേപ്പൂർ മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കടലുണ്ടി ഗ്രാമപഞ്ചായത്തിലെ പടിക്കത്താഴം കോളനി വികസന പ്രവൃത്തി പൂർത്തീകരണത്തിന്റെയും കൈതവളപ്പ് കോളനി വികസന പ്രവൃത്തിയുടെയും ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. 1000 പട്ടികജാതി കോളനികളുടെ വികസനമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ 3 അംബേദ്കർ ഗ്രാമവികസന പദ്ധതി പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കോളനിയുടെ സമഗ്ര വികസനത്തിനുള്ള റോഡ്, നടപ്പാത, കുടിവെള്ള പദ്ധതികൾ, സൗരോർജ തെരുവ് വിളക്കുകൾ, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, വീടുകളുടെ പുനരുദ്ധാരണം തുടങ്ങിയ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങൾക്കായും ഈ പദ്ധതി പ്രയോജനപ്പെടുത്താം. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഈ പദ്ധതിക്ക് കീഴിൽ 3 അംബേദ്കർ ഗ്രാമങ്ങൾ നേരത്തെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ 3 അംബേദ്കർ ഗ്രാമങ്ങളുടെ പ്രവർത്തനമാണ് പൂർത്തീകരിച്ചത്. രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലുള്ള കോലോർക്കുന്ന് കോളനി, ഫറോക്ക് മുനിസിപ്പാലിറ്റിയിലുള്ള പൈക്കുറ്റി, തീയത്തുതാഴം എന്നീ കോളനികളിലെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. 2021-22 വർഷത്തിൽ കടലുണ്ടി ഗ്രാമപഞ്ചായത്തിലെ കൈതവളപ്പ് കോളനി, 2022-23 വർഷത്തിൽ ഫറോക്ക് മുനിസിപ്പാലിറ്റിയിലെ ചേറാമ്പാടം കോളനി എന്നിവയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി അനുഷ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ശൈലജ ടീച്ചർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നിർമ്മിതി കേന്ദ്രം അസിസ്റ്റന്റ് എഞ്ചിനീയർ സീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത പൂക്കാടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രവീൺ ശങ്കരത്ത്, സുധാ അനിൽകുമാർ, വി എസ് അജിത തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. രാഷ്ട്രീയ സംശുദ്ധി കാത്തുസൂക്ഷിച്ച വ്യക്തിത്വമാണ് മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റേതെന്ന് മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ്. സുലൈമാൻ സേട്ട് സെന്റർ കോഴിക്കോട് സിറ്റിപ് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആദരവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ. കല്ലായി റോഡ് ഹോട്ടൽ വുഡീസിൽ നടന്ന ലളിതമായ ചടങ്ങിലായിരുന്നു ആദരവ്. മന്ത്രിയായിരിക്കെ ചെയ്ത പ്രവർത്തനങ്ങളും ജനങ്ങളുമായി നടത്തിയ ഇടപെടലുകളും വോട്ട് അഭ്യർത്ഥിക്കുന്നതിനിടെ ഉണ്ടായ അനുഭവങ്ങളും അതിഥികൾ പങ്കുവച്ചു. സുലൈമാൻ സേട്ട് സെന്റർ കോഴിക്കോട് സിറ്റി ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സംശുദ്ധി കാത്തുസൂക്ഷിച്ച വ്യക്തിത്വമാണ് മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റേതെന്ന് മേയർ പറഞ്ഞു. മന്ത്രിയായിരിക്കെ ജനങ്ങൾക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ അദ്ദേഹം ആലോചിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന് വന്ന എല്ലാ സമ്മർദ്ദ തന്ത്രങ്ങളെയും അതിജീവിക്കാൻ മാത്രമുള്ള ആ ഒരു രാഷ്ട്രീയ സംശുദ്ധി, അത് വളരെ പ്രധാനമാണ്. ആ സംശുദ്ധ രാഷ്ട്രീയ വിചാരമില്ലാത്തവർ രാഷ്ട്രീയത്തിൽ വരുന്നതിന്റെ ദുരന്തം നമ്മളൊക്കെ അനുഭവിക്കും. മെമന്റോ സമർപ്പണം മേയർ നിർവഹിച്ചു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA പൊന്നാടി അണിയിച്ചു. ഖാസിം ഇരിക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. ആക്ടിംഗ് ഖാസി സഫീർ സഖാഫി, ബഷീർ പട്ടേൽ താഴം, പ്രൊഫസർ EP ഇമ്പിച്ചിക്കോയ, പാലക്കണ്ടി അബ്ദുൽ ലത്തീഫ്, MV റംസി ഇസ്മായിൽ തുടങ്ങിയവരും സംസാരിച്ചു. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട നാൾവഴികൾ വിശദീകരിച്ചായിരുന്നു മുൻ മന്ത്രിയുടെ മറുമൊഴി. തടസ്സങ്ങൾ അതിജീവിക്കാൻ കഴിഞ്ഞതാണ് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായതിന് പ്രധാന കാരണമെന്ന് ദേവർകോവിൽ പറഞ്ഞു.
പിന്നീട് ഞങ്ങൾക്ക് ഉണ്ടായ പ്രശ്നം വെച്ചാൽ ഞങ്ങളെ നേരത്തെ ഞാൻ പറഞ്ഞ വിസിൽ എന്ന് പറയുന്ന ഞങ്ങളെ കമ്പനിയിലേക്ക് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാ ദിവസവും വൈകിട്ട് ഓഫീസിൽ വന്നിട്ട് ഓരോരോ പ്രോബ്ലംസ് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാര്യം ചെയ്യാം, എല്ലാ മാസവും ഒരു സിറ്റിംഗ് അവിടെ നടത്താം. 2 കമ്പനിക്ക് വേണം, അദാനി കമ്പനിയും വേണം, നമ്മുടെ കമ്പനിയും വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടൽ വരെ എത്തും ചിലപ്പോൾ. പക്ഷേ ആയി വളരെ ഏറ്റവും പ്രശ്നമുള്ള ആളുകളെ മാറ്റാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ മാറ്റി ഏതാണ്ട് ക്ലിയർ ആക്കിയെടുത്ത് ഞങ്ങൾ ഉദ്ദേശിച്ചതിലും ഏതാണ്ട് ഒരു 3 മാസം മുമ്പ് ആദ്യ ഷിപ്പ് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ വിജയം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാട്ടുകളും നൃത്തരൂപങ്ങളും ചിത്രങ്ങളും ഫാൻസി ഡ്രസ്സും കിച്ചൺ ഓർക്കസ്ട്രയും മറ്റുമായി കുട്ടികൾ വേദിയിൽ നിറഞ്ഞാടി. താരകം കലോത്സവമാണ് ശ്രദ്ധേയമായത്. സമ്മാനങ്ങളും പ്രോത്സാഹനങ്ങളുമായി മാതാപിതാക്കളും അധ്യാപകരും കുട്ടികൾക്ക് പൂർണ്ണ പിന്തുണയേകി. കോഴിക്കോട് കോർപ്പറേഷൻ ലോക ഭിന്നശേഷി മാസാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ താരകം കലോത്സവം പരിമിതികളെ മറികടന്നുള്ള മികവിന്റെ നേർക്കാഴ്ചയായി മാറി. കലോത്സവം മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി കലോത്സവം, അതിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് താരകം എന്നാണ്. വാസ്തവത്തിൽ സൂര്യനെ പോലെ പ്രകാശം തന്നില്ലെങ്കിലും ഒരു സൂര്യൻ തന്നെയാണല്ലോ എല്ലാ നക്ഷത്രവും. വളരെ ദൂരെ അവർ മിന്നുന്നത് മാത്രം നമ്മൾ കാണുന്നു എന്നാണ്. അതുപോലെ ഈ കുഞ്ഞുങ്ങളുടെ കണ്ണിലൊക്കെ ആ നക്ഷത്രത്തെ പോലെ തിളങ്ങുന്ന വലിയ ഒരു പ്രതീക്ഷ ഉണ്ടാവണം. അവരുടെ എല്ലാ തരത്തിലുള്ള പരിമിതികൾക്ക് അപ്പുറത്തേക്ക് അവരെ കരുതുന്ന ഒരു ലോകമുണ്ട് എന്നൊരു ആത്മവിശ്വാസം അവരിൽ നമുക്ക് നിറയ്ക്കണം. അതാണ് പരിഷ്കൃത സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ കരുതൽ എന്ന് പറയുന്നത്. നമ്മളിൽ നിന്ന് വിഭിന്നരായി ഉണ്ടാകുന്ന ഇതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, പലതരത്തിലുള്ള പരിമിതികളുള്ളവരുണ്ട്. അവരെയൊക്കെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കുറ്റം കൊണ്ടല്ല അവരങ്ങനെ ആയിപ്പോയത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്കെല്ലാം ലഭിച്ചിട്ടുള്ള എത്രയോ അനുഗ്രഹങ്ങൾ, എത്രയോ തരത്തിൽ വ്യത്യസ്തരായിട്ട് ജീവിക്കാനുള്ള കഴിവുകൾ, ഇതൊന്നും നമ്മൾ നേടിയതല്ല എന്ന ബോധത്തോടെ ഇങ്ങനെ ഇല്ലാത്തവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹം, അതാണ് സമത്വം. സ്ഥിരം സമിതി അധ്യക്ഷൻ പി ദിവാകരൻ അധ്യക്ഷനായിരുന്നു. ഒ പി ഷിജിന, പി സി രാജൻ, എസ് ജയശ്രീ, കൃഷ്ണകുമാരി, പി കെ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. കലോത്സവത്തിന്റെ ഭാഗമായി പ്രദീപ് ഹുഡിനോയുടെ മാജിക് ഷോയും കെ സജീവനും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടുകളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗോദീശ്വരം ബീച്ചിൽ സർഫിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഗോദീശ്വരം ബീച്ചിലെ നവീകരണ പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗോദീശ്വരം ബീച്ചിലെ നവീകരണ പ്രവർത്തികൾ ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ ആദ്യമായി സർഫിംഗ് സ്കൂൾ ആരംഭിച്ചത് ഗോദീശ്വരം ബീച്ചിലാണെന്നും തദ്ദേശീയരെയാണ് പരിശീലനം നൽകി ട്രെയിനർമാരായി നിയോഗിച്ചിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. നവീകരണ പ്രവൃത്തി ഗോദീശ്വരം ബീച്ചിന്റെ മുഖച്ഛായ മാറ്റുമെന്നും വിനോദസഞ്ചാര ഭൂപടത്തിൽ പ്രത്യേകമായ ഇടം ബീച്ചിന് നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇതിലൂടെ നടക്കാനുള്ള ഒരു ജോഗിംഗ് ട്രാക്ക് നടക്കുന്നവർക്ക് സുഖമായി വ്യായാമത്തിന്റെ ഭാഗമായും അല്ലാതെയും സൗകര്യം ഉളവാക്കാൻ വേണ്ടി ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആളുകൾ വന്നാൽ ഇപ്പോൾ ഒരുപാട് പേരാണ് വരുന്നത്. ഇവിടെ പരിശോധിച്ച് നോക്കുമ്പോൾ ആളുകളുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചു. അത്ര മനോഹരമായ ബീച്ചാണ്. അങ്ങനെ വരുന്നവർക്ക് ഒന്ന് ഇരിക്കണമെങ്കിൽ ഇരിക്കാനുള്ള ബെഞ്ച് മറ്റും ഇവിടെ ഇപ്പം ഇല്ല. അപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായി സീറ്റിംഗ് ബെഞ്ചുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം. പുറമേ നിന്നും വാഹനത്തിൽ ഒരുപാട് പേർ വരുന്നു. വാഹനം അവിടെ ഇവിടെയായിട്ട് നിർത്തിയിടുകയാണ്. അതിന് പകരം ഒരു പാർക്കിംഗ് ഏരിയ ഇതിന്റെ ഭാഗമായി ഒരുക്കുക. ലാൻഡ്സ്കേപ്പിങ്ങും പ്ലാന്റർ ബോക്സിന്റെയും ഭാഗമായി പുല്ലുകൾ വെച്ച് പിടിപ്പിക്കുക, ഗാർഡൻ ലൈറ്റുകൾ ഒരുക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ കെ കൃഷ്ണകുമാരി, കൊല്ലരത്ത് സുരേഷ്, കെ രാജീവ്, വാടിയിൽ നവാസ്, എം ഗിരിജ ടീച്ചർ, ടി കെ ഷെമീന തുടങ്ങിയവർ സംസാരിച്ചു. വിനോദസഞ്ചാര വകുപ്പ് റീജിയണൽ ജോയിന്റ് ഡയറക്ടർ ഡി ഗിരീഷ് കുമാർ, ഡെപ്യൂട്ടി ഡയറക്ടർ സത്യജിത്ത് ശങ്കർ, DTPC സെക്രട്ടറി ടി നിഖിൽദാസ് എന്നിവരും വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രതിനിധികളും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നാടിന് വേണ്ടത് ജനങ്ങൾക്ക് ഒത്തുകൂടാനുള്ള ഇടമാണെന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. മുല്ലവീട്ടിൽ അബ്ദുറഹിമാൻ പാർക്ക് നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മുല്ലവീട്ടിൽ അബ്ദുറഹിമാൻ പാർക്ക് നവീകരണ പ്രവൃത്തികൾ റഹ്മാൻ ബസാറിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. പാർക്ക് നവീകരണത്തിലൂടെ ചരിത്രത്തെ കെടാതെ സൂക്ഷിക്കുന്ന ഉത്തരവാദിത്തം കൂടി നിർവഹിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. സാമൂഹിക പ്രവർത്തന രംഗത്ത് മാതൃകയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയുടെ പേരിലുള്ള പാർക്ക് 60 വർഷങ്ങൾക്ക് ശേഷം നവീകരിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയെ മാത്രമല്ല, അദ്ദേഹം പ്രതിനിധാനം ചെയ്ത ആശയത്തെയും കർമ്മത്തെയും സ്മരിക്കുകയും ബഹുമാനിക്കുകയുമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു ഓപ്പൺ എയർ തിയേറ്റർ, കോമ്പൗണ്ട് വാൾ, ഇരിപ്പിടങ്ങൾ, ടോയ്ലറ്റ് ബ്ലോക്ക്, മറ്റ് പ്രകാശിത സംവിധാനം, നിലവിലുള്ള ബിൽഡിങ്ങുകളുടെ നവീകരണം, അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയ്ക്കൊക്കെ വേണ്ടി LDF സർക്കാർ ടൂറിസം വകുപ്പ് 1.5 കോടി രൂപ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി തീരുമാനിച്ചതെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കുന്നു. 2024 അവസാനിച്ച് 2025 നാം കടക്കുമ്പോൾ പുതുവത്സര സമ്മാനമായി പാർക്ക് നവീകരിക്കപ്പെടണം എന്നുള്ളതാണ് സർക്കാർ ആഗ്രഹം. എന്റെ പിറകിലിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ടവരും ഇത് മനസ്സിലാക്കി ഇടപെടും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ മാസവും ഇതിന്റെ പ്രവൃത്തി മന്ത്രി ഓഫീസിൽ നിന്ന് തന്നെ നേരിട്ട് റിവ്യൂ ചെയ്യും എന്നുള്ള വിവരവും ഇവിടെ പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ നിർമ്മാണ ചുമതലയുള്ള സിൽക്ക് ലിമിറ്റഡ് അത് പ്രത്യേകം ശ്രദ്ധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷയായിരുന്നു. കൗൺസിലർമാരായ പ്രേമലത തെക്കുവീട്ടിൽ, P. ഷീബ, MP ഷഹർബാൻ, റഫീന അൻവർ തുടങ്ങിയവർ സംസാരിച്ചു. DTPC സെക്രട്ടറി T. നിഖിൽദാസ്, വിനോദസഞ്ചാര വകുപ്പ് റീജിയണൽ ജോയിന്റ് ഡയറക്ടർ D. ഗിരീഷ് കുമാർ, വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാമനാട്ടുകരയിൽ ക്വാൻകിഡോ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഓൾ ഇന്ത്യ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ടീമിനുള്ള പരിശീലന ക്യാമ്പാണ് നടന്നത്. നഗരസഭ വൈസ് ചെയർമാൻ K. സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ക്വാൻകിഡോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഉത്തർപ്രദേശിലെ വാരാണസിയിൽ വെച്ച് നടക്കുന്ന ഓൾ ഇന്ത്യ ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ട് ചെയ്ത കേരള ടീമിന്റെ ട്രെയിനിംഗ് ക്യാമ്പ് രാമനാട്ടുകര സഹറ ഹെൽത്ത് ക്ലബ്ബിൽ വെച്ച് നടന്നു. ക്യാമ്പ് രാമനാട്ടുകര നഗരസഭ വൈസ് ചെയർമാൻ K. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരം ഇവന്റിലൊക്കെ ഉള്ള ആളുകൾ പരിപൂർണമായി ഡെഡിക്കേറ്റഡ് ആണ്. ഈ ഇതിലേക്ക് 100% അതിന് സമയം കണ്ടെത്തി അതിൽ മാത്രം നിൽക്കുന്ന ആളുകളായിരിക്കും ഇതിൽ പലരും. ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അവരുടെ ജീവിതമൊക്കെ ഇതിനു വേണ്ടി മാറ്റിവെക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഉയർച്ചയിലെത്താൻ സാധിക്കും. നിങ്ങളുടെ മത്സരങ്ങളൊക്കെ വാരണാസിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. വാരണാസിയിലാണ്. ആ വാരണാസിയിലേക്കൊരു പ്രത്യേകത കൂടി ഉണ്ട്. വാരണാസി ഈ മണ്ഡലം ആരുടെ മണ്ഡലം? നമ്മളെ പ്രധാനമന്ത്രിന്റെ മണ്ഡലമാണ്. അവിടെ പോയാൽ നിങ്ങൾക്ക് അവിടെ എത്രമാത്രം വികസനങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. ഏതായാലും കേരളത്തിന് ധാരാളം മെഡലുകൾ വാങ്ങി നിങ്ങൾക്ക് വരാൻ സാധിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസ അർപ്പിച്ചുകൊണ്ട് ക്വാൻകിഡോ സ്റ്റേറ്റ് സെക്രട്ടറി K. റസാഖ് അഹമ്മദ് അധ്യക്ഷനായിരുന്നു. തോട്ടുങ്ങൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് P. ജനാർദ്ദനൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ബേപ്പൂർ നിയോജക മണ്ഡലം സെക്രട്ടറി റഹീസ് മാനസ, KP റിൻഷി, ഹമീദ്, P. ഫിറോസ്, KT അനീസ് എന്നിവരും സംസാരിച്ചു. സഹറ ഹെൽത്ത് ക്ലബ്ബ് ഡയറക്ടർ ഷംസീർ പള്ളിക്കര, ജുനൈദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, രാമനാട്ടുകര. ദീർഘകാലമായി ബേപ്പൂർ നിവാസികളുടെ ആഗ്രഹമായ ഹൈമാസ്റ്റ് ലൈറ്റ് ബേപ്പൂർ ഹാർബറിൽ വെളിച്ചമെത്തിച്ചു. ലൈറ്റിന്റെ സ്വിച്ച് ഓൺ മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു.
വിനോദസഞ്ചാര വകുപ്പിന്റെ 6 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 6 ലൈറ്റുകളോടുകൂടിയ ഹൈമാസ്റ്റ് ലൈറ്റുകൾ നിർമ്മിച്ചത്. ഹാർബറിൽ മത്സ്യമിറക്കുന്ന സ്ഥലത്താണ് ലൈറ്റ് സ്ഥാപിച്ചത്. വർഷങ്ങളായി രാത്രികാലങ്ങളിൽ മൊബൈലിന്റെ വെളിച്ചത്തിലായിരുന്നു തൊഴിലാളികൾ മത്സ്യമിറക്കിയിരുന്നത്. ഹൈമാസ്റ്റ് ലൈറ്റ് യാഥാർത്ഥ്യമായതോടെ വെളിച്ചക്കുറവ് പരിഹരിച്ചതിന്റെ സന്തോഷത്തിലാണ് തൊഴിലാളികൾ. ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഈ ഹാർബറുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾ വ്യക്തിപരമായും കൂട്ടമായും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയങ്ങളുണ്ട്. ഈ നിയോജക മണ്ഡലത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, വിവിധ സ്ഥാനാർത്ഥികൾക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരുണ്ട്. വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും ആവർത്തിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിവിധ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ നാടിന്റെ വികസന കാര്യത്തിൽ ഒരു രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. അത് നാടിന്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയമാണ്, വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ തൊഴിലാളി സംഘടനകളെയും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇല്ലാത്തവരെയും ഒക്കെ കൂട്ടിയോജിപ്പിച്ചു. നമുക്ക് വികസനത്തിൽ എന്തൊക്കെ ചെയ്യാനാകും അതെല്ലാം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഈ ഹാർബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് എവിടുന്നൊക്കെ ഇവിടെ ഫണ്ട് കിട്ടും, ആ ഫണ്ട് കിട്ടാനുള്ള എല്ലാ ശ്രമവും നമുക്ക് ഒന്നിച്ച് നടത്താം. എം ഗിരിജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ K രാജീവ്, സംഘാടക സമിതി കൺവീനർ മുസ്തഫ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. തളി ബ്രാഹ്മണ സമൂഹ മഠത്തിലെ ശാസ്താപ്രീതി ഉത്സവം വേദപാരായണത്തോടെ ആരംഭിച്ചു. തൈത്തരീയ ഉപനിഷത്തിലെ വിവിധ ഖണ്ഡങ്ങളും സംഹിതകളുമാണ് പാരായണം ചെയ്യുന്നത്. ഉത്സവം ജനുവരി 14 സമാപിക്കും. തളി ബ്രാഹ്മണ സമൂഹ മഠം മുഖ്യ പുരോഹിതൻ NK വെങ്കിടാചലവാദ്യാർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഹോമമണ്ഡപത്തിൽ ആദിത്യാദി നവഗ്രഹ ഹോമം നടന്നു. രാഹുൽ ശർമ്മ മുഖ്യ കാർമ്മികനായിരുന്നു. കോഴിക്കോട് നാരായണീയ സത്സംഗത്തിന്റെ തിരുപ്പുകൾ പാടലും നടന്നു. രുദ്രേകാദശി, രുദ്രഹോമം, വസോർധാര, പൂർണാഹുതി, ദമ്പതി പൂജ, ഗോപൂജ, കലശാഭിഷേകം എന്നിവയും നടന്നു. കാലിക്കറ്റ് യങ് ബ്രാഹ്മിൻസ് അസോസിയേഷൻ ശ്ലോക ക്ലാസ് വിദ്യാർത്ഥികളുടെ സന്ധ്യാദീപവും അരങ്ങേറി. ജനുവരി 13 ശാസ്ത പ്രീതി. 14 രാവിലെ ഉച്ചവൃത്തി നടക്കും. തുടർന്ന് ഇടപ്പള്ളി ഭജനമണ്ഡലിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഹരിഹരപുത്ര തിരുക്കല്യാണം ഭജനോത്സവത്തോടെ ശാസ്ത പ്രീതി ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ ACയും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഈവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വയനാട് ജില്ലാ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഡോറ എന്ന സംഘടനയുടെ 25ാം വാർഷികാഘോഷവും ഞാൻ നർഗീസ് ബീഗം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ജനുവരി 10 നടക്കും. KP കേശവമേനോൻ ഹാളിൽ നടക്കുന്ന പരിപാടികൾ നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്യും. ഒരു കോഴിക്കോട് കോയാസ് ഹോസ്പിറ്റലിലെ നഴ്സാണ്. വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഡോറ എന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയാണ്. നമ്മുടെ ഈ കീഴിൽ തന്നെ ഒരുപാട് ഭവന പദ്ധതികളും കുടിവെള്ള പദ്ധതികളും കുട്ടികളുടെ എഡ്യൂക്കേഷൻസ് തുടങ്ങിയ എല്ലാ കാര്യത്തിലും ഊന്നൽ നൽകിക്കൊണ്ട് പ്രത്യേകിച്ച് ട്രൈബൽ മേഖലയെ പിന്നോക്ക വിഭാഗത്തിൽ നിൽക്കുന്ന ആളുകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയ ഒരു പഴയകാലത്ത് തുടങ്ങിയ ഒരു സംഘടനയാണ്.
അതിൻ്റെ നിലവിലുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് നർഗീസ് ബീഗം. അവരുടെ ഒരു പുസ്തകം ഈ കഴിഞ്ഞ ഷാർജ ബുക്ക് ഫെയറിൽ വെച്ചിട്ട് ഞാൻ നർഗീസ് ബീഗം എന്നൊരു പുസ്തകം ഷാർജ ബുക്ക് ഫെയറിൽ വെച്ച് ലോഞ്ച് ആയിരുന്നു. അതിൻ്റെ കേരളത്തിലെ ലോഞ്ചിങ് ആണ് ഈ വരുന്ന ജനുവരി 10-ാം തീയതി KP കേശവൻ ഹാളിൽ വെച്ച് നടക്കുന്നത്. അത് തന്നെ ഞങ്ങളുടെ അറോറയുടെ 25ാമത്തെ വാർഷികാഘോഷം 98-ൽ വയനാട് ജില്ലയിൽ തുടങ്ങിയ ഒരു NGO സംഘടനയാണ്. അതിൻ്റെ 25ാമത്തെ വാർഷികാഘോഷവും നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നർഗീസ് ബീഗത്തിൻ്റെ ഞാൻ നർഗീസ് ബീഗം എന്ന ആത്മകഥയുടെ പുസ്തക പ്രകാശനം വന്ന് നടത്തിയാണ്. ആ വിവരം ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അഭിലാഷ് പൂവാട്ടുപറമ്പ് നടത്തുന്ന ഈവനിംഗ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. കായിക താരങ്ങളായ സിറാജുദ്ദീനും സഹീദും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. അഭിലാഷ് പൂവാട്ടുപറമ്പ് 45ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഈവനിംഗ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകൾ ആരംഭിച്ചു. നാഷണൽ ഗെയിംസിൽ കേരളത്തിനു വേണ്ടി കളരിപ്പയറ്റ് മത്സരത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ പൂവാട്ടുപറമ്പിന്റെ താരങ്ങളായ സിറാജുദ്ദീൻ, സഹീർ എന്നിവർ ചേർന്ന് ഫുട്ബോൾ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കളിക്കാരുമായി പരിചയപ്പെടുകയാണ്. ഇന്നത്തെ അരീക്കൽ ബ്രദേഴ്സ് സ്പോൺസർ ചെയ്യുന്ന യങ്സ്റ്റാർ പെരുവയർ, ജേഴ്സി നമ്പർ 1 കണ്ണൻ ഗോൾ കീപ്പർ, ജേഴ്സി നമ്പർ 30 അൽവഫ്നാൻ, ജേഴ്സി നമ്പർ 18 ജാഫർ, ജേഴ്സി നമ്പർ 17 അർഫാൻ, ജേഴ്സി നമ്പർ 10 വിശാൽ, ജേഴ്സി നമ്പർ 7 ഷാലു, ജേഴ്സി നമ്പർ 6 അർജുൻ, ജേഴ്സി നമ്പർ 4 ഫജ്നാസ്, ജേഴ്സി നമ്പർ 9 അഫ്സൽ, ജേഴ്സി നമ്പർ 2 അപ്പു, മാനേജർ മജ്നു. ഉദ്ഘാടന മത്സരത്തിൽ 1-3 ഗോളുകൾക്ക് മിലാഷ് വാഴക്കാടിനെ പരാജയപ്പെടുത്തി യങ്സ്റ്റാർ പെരുവയൽ വിജയികളായി. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഷംസീർ, പെരുവയൽ ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡ് അംഗം കരുപ്പാൽ അബ്ദുറഹിമാൻ, NK മുനീർ, BK കുഞ്ഞഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. നിഷാദ് അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ. ദി സൈലന്റ് ഡയലോഗ്സ് എന്ന വന്യജീവി ഫോട്ടോ പ്രദർശനം ജനുവരി 9-ന് അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കും. വന്യജീവി ഫോട്ടോഗ്രാഫർ NA നസീർ ഉദ്ഘാടനം നിർവഹിക്കും. ഫുട്ബോൾ താരം CK വിനീത് മുഖ്യാതിഥിയാകുമെന്നും സംഘാടകർ അറിയിച്ചു. പല ജില്ലകളിലുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മിക്ക ജില്ലകളിലുള്ള ആളുകൾ 20 ആളുകൾ ആണ് അതിൽ പങ്കെടുക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം നാളെ 11 മണിക്ക് പകല് എഴുത്തുകാരനും വന്യജീവി ഫോട്ടോഗ്രാഫറും ഒക്കെ ആയിട്ടുള്ള ശ്രീ NA നസീറാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മുഖ്യ ഇതിനായിട്ട് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും ഇന്ത്യൻ പ്ലെയറൊക്കെ ആയിട്ടുള്ള CK വിനീതാണ് അതിൻ്റെ വിശിഷ്ടാതിഥിയായിട്ട് എത്തുന്നത്. പിന്നെ 14-ാം തീയതി അതിന് സമാപന സമ്മേളനം കൂടി നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള സുധീഷാണ് അതിൻ്റെ PR സുധീഷ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. അതിൽ പിന്നെ കുറച്ച് ആളുകൾ നമ്മൾ പഴയ മനോരമൻ്റെ ഫോട്ടോഗ്രാഫർമാരൊക്കെ ആയ പുസ്തകമൊക്കെ അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മൾ അതിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ചിത്രങ്ങൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നൊരു ഓപ്ഷൻ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. രാവിലെ 11 മണി മുതൽ 7 മണി വരെയാണ് പ്രദർശനത്തിൻ്റെ സമയം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് 1000 പട്ടികജാതി കോളനികളുടെ വികസനമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. രാഷ്ട്രീയ സംശുദ്ധി കാത്തു സൂക്ഷിച്ച വ്യക്തിത്വമാണ് മുൻ മന്ത്രി അഹമ്മദ് ദേവർ കോവിലിന്റേതെന്ന് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ്. പാട്ടുകളും നൃത്തരൂപങ്ങളും ചിത്രങ്ങളും ഫാൻസി ഡ്രസ്സും ഓർക്കസ്ട്രയുമായി താരകം കലോത്സവം. തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ ശാസ്താപ്രീതി ഉത്സവത്തിന് തുടക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.